2 വർഷം മുമ്പ് ഓണത്തിന് മോൾക്കൊരു ധാവണി വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പട്ട് സാരിയിൽ ചെയ്ത ധാവണിയുടെ ഷോളായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു സ്കേർട്ടും ഷോളും ഈ ഒരു സാരിയിൽ ചെയ്തിട്ട് ബ്ലൗസ് വേറെ ആയിരുന്നു ഞങ്ങൾ അന്നേരം എടുത്തിരുന്നത് വെച്ചത്. പക്ഷേ ആ സമയത്ത് അവൾ ഹോസ്റ്റലിലായതുകൊണ്ടിട്ട് തന്നെ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോളാണെന്നുണ്ടെങ്കിലും നല്ലോണം പ്ലീറ്റൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. പക്ഷേ ഇതുവരെയായിട്ട് അവർ ആ ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിലും സ്കേർട്ടും ബ്ലൗസും ആയിട്ടല്ലാതെ ഈ ഷോൾ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീടൊക്കെ പാൻ ചേർത്തപ്പോഴാണ് ഈ ഒരു ഷോൾ എൻ്റെ കണ്ണിൽ പെട്ടത്. പിന്നെ ഇത് വെച്ചാൽ അവരായിട്ട് ഉപയോഗിക്കുമെന്ന് തോന്നിയില്ല കേട്ടോ. അതുകൊണ്ടിട്ട് തന്നെ ഞാനതെടുത്തിട്ട് എനിക്കൊരു ടോപ്പ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ വശത്താണെങ്കിൽ നല്ല വീതിയിലാണ് അതിൻ്റെ ബോർഡർ വരണത്. അപ്പോൾ ഞാൻ ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും യോക്കിലും പിന്നെ നമ്മൾ ആ ടോപ്പിൻ്റെ ബോട്ടം ഭാഗത്തും വീതിയിൽ ബോർഡർ വെച്ച് കൊടുക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഈ ഒരു സാരിയുടെ മുന്താണി ഭാഗത്താണെങ്കിൽ ചെറിയ വീതിയിൽ ഗോൾഡൻ ലൈൻ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഞാനത് യോക്കിൽ മാത്രമാണ് അതിൻ്റെ ബോർഡർ കൊടുത്തിരിക്കുന്നത്. യോക്ക് ഭാഗത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബോർഡർ പീസിലാണെന്നുണ്ടെങ്കിലും സെൻറ്റർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് പോട്ട്ലി ബട്ടൺ വെച്ചിട്ടുണ്ട് കേട്ടോ. പേരിടൽ ചടങ്ങിന് പോയപ്പോഴേക്കും അവിടെ ഡെക്കറേഷൻ വാങ്ങിച്ച കുറച്ച് തെർമോക്കോൾ ബോൾസ് ആയിരുന്നു ഇത്. അപ്പോൾ അവർ കളഞ്ഞ സമയത്ത് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നേ. വെറുതെ കളയണതാണെങ്കിലും നമുക്ക് ഉപകാരപ്പെടുന്നതല്ലേ. പിന്നെ ഇതിൽ തന്നെയാണെങ്കിലും പല കളറിലെ തെർമോക്കോൾ ബോൾസൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു കളറിലെ ബോൾസ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പോട്ട്ലി ബട്ടൺ ചെയ്തിരിക്കണം കേട്ടോ. ഇപ്പോൾ കട്ടി കുറഞ്ഞ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ലൈനിങ്ങും കൂടിയൊക്കെ അറ്റാച്ച് ചെയ്യേണ്ടി വരുമല്ലോ. ഇങ്ങനെയുള്ള പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും തുണിയുടെ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്കാട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡർ അടിച്ചു മറിച്ചെടുക്കേണ്ടത്. പിന്നെ ഈ ഒരു ബോർഡറിനാണെന്നുണ്ടെങ്കിലും നല്ല കട്ടിയുള്ളത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ആ ഒരു നെക്ക് അടിച്ചു മറിക്കാനായിട്ട് പേപ്പർ സ്റ്റിഫ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. സ്ലീവിന് ചെറിയ പഫ് കൊടുത്തിട്ട് 3/4 വരണ രീതിയിലാട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വീതിയുള്ള ബോർഡർ ആയതുകൊണ്ടിട്ട് തന്നെ സ്ലീവിനും കുറച്ച് വീതി മാത്രമേ ഞാൻ അതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ളൂ. പിന്നെ ആ ഒരു യോക്ക് പോർഷൻ്റെ എല്ലാം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി ചെറിയൊരു എംബ്രോയ്ഡറിയുടെ വർക്കും കൂടി അതിൻ്റെ അകത്ത് ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആ ഒരു ബോർഡർ പീസ് മൊത്തം കഴിഞ്ഞ ശേഷമാണ് ചെറിയ ഫ്രെയിമിലിട്ടാണ് ഞാനൊരു വർക്കെല്ലാം ചെയ്തെടുത്തത്. തുണി കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് സാധാരണ നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ബോർഡർ ഫിക്സ് ചെയ്യാതെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു നെക്കെല്ലാം അടിച്ചു മറിച്ച് കൊണ്ടിട്ട് തന്നെ നമുക്ക് ഫ്രെയിം ഇടാനായിട്ട് സെപ്പറേറ്റ് ജോയിൻറ്റ് പീസൊക്കെ വെച്ച് കൊടുത്ത് അടിക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാട്ടെ ഇതിൽ. പിന്നെ ഈ ഒരു നെക്കിൻ്റെ എൻഡിങ് ഭാഗമൊക്കെ നമുക്കെന്ന് വെച്ചാൽ ഫ്രെയിം ഇടാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഞാൻ നല്ലവണ്ണം ടൈറ്റാക്കി പിടിച്ചിട്ടാണ് കേട്ടോ വർക്കൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഷോളിൻ്റെ പീസ് വന്നിരിക്കണത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെയുള്ള പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്നോട് അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.